ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ നിമിഷ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കാം ഹോളി സ്പെഷ്യലായിട്ട് ദൈവടയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വടയൊക്കെ നമുക്ക് നേരത്തെ 2 ദിവസം മുന്നേ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും ആദ്യം നമുക്ക് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് 1 കപ്പ്, പിന്നെ ഉഴുന്നെടുത്തിട്ടുണ്ട് ഞാൻ 1/2 കപ്പ്. അപ്പോൾ നമുക്ക് ഇതാണെങ്കിൽ നന്നായിട്ട് 2-3 വെള്ളത്തിൽ നമുക്ക് കഴുകിയതിന് ശേഷം ഒരു 6 മണിക്കൂറോ അല്ലെങ്കിൽ പിന്നെ ഓവർ നൈറ്റിന് വേണ്ടിയായിട്ട് സോക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് അടച്ച് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനൊരു 6 മണിക്കൂറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പാകത്തിനായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മൾ നന്നായിട്ട് സോഫ്റ്റായി നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു മിക്സി ജാർ എടുക്കാം. അതിനകത്ത് നമുക്ക് ഈ വെള്ളം എക്സ്ട്രാ വെള്ളമുള്ളത് മൊത്തം നമുക്ക് കളയാം കേട്ടോ. ഇത്രയധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് അധികം ഉഴുന്നിട്ട് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ചെറുപയർ പരിപ്പ് കുതിർത്തി വെച്ചത് അതും കൂടെ നമുക്ക് കുറച്ച് അതിനകത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ 2 ഇഞ്ച് കഷ്ണമുള്ളത് ഇഞ്ചിയും കൂടെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 4 പച്ചമുളകും ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ മറന്നു പോയിട്ടാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് ഇട്ട് കൊടുക്കുക. നമുക്കാണെങ്കിൽ 2 ടീസ്പൂൺ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് പ്ലഫിയായി വരുന്നവരെ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് അല്ലെങ്കിൽ സ്മൂത്തായി അരിഞ്ഞ് കിട്ടുന്നവരെ അരച്ചെടുക്കുക. വെള്ളമൊന്നും അധികം ഒഴിച്ച് പോകല് കേട്ടോ. ഒത്തിരി വെള്ളം ലിക്വിഡ് പോലെ ആയി പോകല്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ബാറ്റർ നല്ല തിക്കായിട്ടായിരിക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് നല്ല സ്പഞ്ചി ആയി കിട്ടാനായിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കറക്കി കൊടുക്കുക. 1-2 മിനിറ്റത്തേക്ക് കറക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് ഇതുപോലെ നല്ലതായിട്ട് കിട്ടത്തേ ഉള്ളൂ. ആദ്യം നിങ്ങൾ കണ്ടപ്പോൾ ഡാർക്ക് കളറായിരുന്നു, ഇപ്പോൾ ലൈറ്റ് കളർ ആയില്ലേ. നിങ്ങൾക്ക് അങ്ങനെയും മനസ്സിലാവുന്നില്ലെങ്കിൽ ഇതുപോലെ ഇച്ചിരി വെള്ളം എടുത്തിട്ട് അതിനകത്തൊന്ന് ഇച്ചിരി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് മേളിൽ തന്നെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റത്തേക്ക് പിന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കാണെങ്കിൽ പച്ചമുളക് ഇതുപോലെ ചതച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ മറന്നു പോയിട്ട് ഇട്ട് കൊടുത്തത്, നിങ്ങൾ നേരത്തെ തന്നെ ഇട്ട് കൊടുത്താൽ നമുക്ക് പേടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതേ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കറക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് കണ്ടില്ലേ, സോഡാപ്പൊടി ഒന്നും നമ്മൾ ഇട്ടില്ല കേട്ടോ. നല്ലതായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്പഞ്ചി ആയിട്ട് നമ്മുടെ വട റെഡിയായി കിട്ടും. നല്ല ചൂടായിരിക്കുന്ന എണ്ണയിലോട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ബോൾസോ വലിയ ബോൾസോ നിങ്ങൾക്ക് എങ്ങനത്തെ വലുപ്പത്തിനാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞ് ബോൾസായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട്. ഇനി നമുക്കാണെങ്കിൽ ഇത് ഒരു ഗോൾഡൻ കളറായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ പിന്നെ മേളിൽ നിന്ന് നല്ലൊരു കളർ കിട്ടും, ഉള്ളി വെന്ത് കാണത്തില്ല. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം വറുത്ത് കോരി എടുക്കാനായിട്ട്. അപ്പോൾ അത് ഇതുപോലൊരു കളറായി കഴിയുമ്പോൾ ഞാനിതിപ്പോൾ വറുത്ത് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. ഇത് കണക്ക് നമുക്ക് ബാക്കിയുള്ളതും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തണം. അതിന് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഓരോ സൈഡിൽ ആവട്ടെ. അപ്പോൾ നമുക്ക് വേറെ ബൗളിലോട്ട് കുറച്ച് വെള്ളം എടുക്കാം. അത് നമുക്ക് ഒരു ഇച്ചിരി ഉപ്പും ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചെങ്കിൽ വടയില്ല, നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കണം. എന്തായാലും നമ്മൾ തൈരൊക്കെ ഒഴിക്കുമ്പോൾ അത് നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കത്തേ ഉള്ളൂ. അപ്പോൾ അത് അവിടെ ആവട്ടെ. 10 മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ സൈസ് ഡബിളായി വരും കേട്ടോ. ഇനി നമുക്ക് ഇതുപോലൊരു പാത്രത്തിൽ നമുക്ക് തൈര് എടുക്കാം. അതിൽ കുറച്ച് 1 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂൺ നമുക്ക് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മൾ വട എടുക്കുമ്പോൾ കൈ കൊണ്ട് ഇതുപോലെ പതുക്കെ അമർത്തിക്കൊണ്ട് വെള്ളം കളയണം. ഒത്തിരി അമ്മയ്ക്ക് പൊട്ടിച്ച് കളയല്ലേ, പതുക്കെ നമുക്ക് എടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരു പ്ലേറ്റ് നമ്മൾ ഇത് വെക്കുക. എന്നിട്ട് നമുക്കാണെങ്കിൽ ഇതിൻ്റെ മേളിൽ നമ്മൾ തൈര് മിക്സാക്കി വെച്ചേക്കുന്നില്ലേ, അപ്പോൾ അത് നമുക്ക് അതിൻ്റെ മേളിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഞാണെങ്കിൽ ഈ കട്ടിമിട്ടി ഇമ്പിലിയുടെ ചട്നി, പുളിയുടെ ചട്നി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ നിങ്ങൾ വീഡിയോസ് എൻ്റെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചാട്ടിൻ്റെ വീഡിയോ ആദ്യം പുളിയുടെ ചട്നിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കട്ടിമിട്ടി ചട്നിയും കൂടെ അതിൻ്റെ മേളിൽ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ മല്ലിയിലയും പുതിനയിലയുടെ ചട്നി, നമുക്ക് ഗ്രീൻ ചട്നി അതും കൂടെ ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ചായിട്ട് ഇങ്ങനെ വെതറി കൊടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ നുള്ളു നമുക്കാണെങ്കിൽ ഇച്ചിരി ഉപ്പ് അതുകൊണ്ട് മേളിൽ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ ദൈവയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ബൈ ഫ്രണ്ട്സ്.